അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരു പഴയ കാലം, അന്ധകാരം നിറഞ്ഞ ഒരു കാലം. അന്ന് പലിശയുണ്ട് എന്ന് മാത്രമല്ല, പലിശയാണ് അവിടുത്തെ സമ്പൽഘടന, അതിന്റെ അടിസ്ഥാനം. പിന്നീട് യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത വിധം കള്ളവും കൊള്ളയും കൊള്ളിവെപ്പും എല്ലാ തരത്തിലുള്ള തിന്മകളും നിറഞ്ഞാടിയിരുന്ന ഒരു അന്ധകാരമുള്ള കാലം. അന്നാണ് മക്കയിൽ മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. വളർന്നു വരുന്നതിനനുസരിച്ച് തന്റെ ചുറ്റുപാടുകളിലുള്ള തിന്മകളിൽ അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടായി. എങ്ങനെയാണ് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തേണ്ടത്? മദ്യത്തിൽ നിന്ന്, എല്ലാ കള്ളത്തരങ്ങളിൽ നിന്നും എങ്ങനെ മനുഷ്യരെ രക്ഷപ്പെടുത്തണം? അതിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരുന്നു. ആ ആലോചനകൾ പ്രാർത്ഥനയായി വളർന്നു. അതിന് പിന്നീട് വലിയ ധ്യാനത്തിന്റെ രൂപം കൈക്കൊണ്ടു. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രപഞ്ചനാഥനോട് അറിയാവുന്ന വിധം പ്രാർത്ഥിക്കുകയാണ്, തിന്മകളിൽ നിന്ന് തന്റെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ഒറ്റയ്ക്കിരിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അങ്ങനെ ഒറ്റയ്ക്ക് തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു മല തെരഞ്ഞെടുക്കുകയും ജബലുന്നൂർ എന്ന് പറയുന്ന ആ മഹാകുന്നിന് മുകളിൽ കയറി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു. ആവശ്യപ്പെടുന്നത് തിന്മകളിൽ നിന്ന് തന്റെ ചുറ്റുപാടിനെ രക്ഷപ്പെടുത്തണം എന്നാണ്. എന്നാൽ പടച്ച തമ്പുരാൻ ദൂതരെ പറഞ്ഞയച്ചു, ജിബ്രീൽ അലൈഹിസ്സലാമിന്. എല്ലാ തിന്മകളിൽ നിന്നും മനുഷ്യരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന് മുമ്പാകെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, ഇഖ്റ, നീ വായിക്കുക എന്നാണ്. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമാണത്. എല്ലാ അന്ധകാരങ്ങളിൽ നിന്നുള്ള മോചനമാണത്. വായിക്കുക. എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും വായിക്കുക എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വായിക്കാൻ നിർബന്ധിക്കുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും. അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രമുള്ള ഒരു ആഹ്വാനവും കൽപ്പനയുമല്ല. പരിശുദ്ധ ഖുർആനിൽ അത് അങ്ങനെ തന്നെ എടുത്തു ചേർത്തിരിക്കുന്നു. ലോകത്തെമ്പാടുമുള്ള വിമോചനം ആഗ്രഹിക്കുന്ന സകല മനുഷ്യരുടെയും മുമ്പാകെ അതിനുള്ള പരിഹാരമായി കൊണ്ട് വായിക്കുക എന്ന കൽപ്പന ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ആ വായനയിലൂടെയാണ് ഈ തിന്മകളിൽ നിന്നെല്ലാം മനുഷ്യന് മോചനം സാധ്യമാകുന്നത്. പലിശക്കെതിരെ പിന്നീട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മദ്യത്തിനെതിരെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, കൊള്ളയ്ക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ തിന്മകൾക്കുമെതിരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തിന്മക്കെതിരെയുള്ള മുഴുവൻ സംസാരവും മനസ്സിലാകണമെങ്കിലും ബോധ്യപ്പെടണമെങ്കിലും മനുഷ്യൻ ആദ്യമേ വേണ്ടത് വായനയാണ്. പക്ഷെ എങ്ങനെയെങ്കിലുമുള്ള വായന പോരാ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. മനുഷ്യൻ പല നിലക്കും വായിക്കാറുണ്ട്. വംശീയമായി വായിക്കുന്നവരുണ്ട്, സാമുദായികമായി വായിക്കുന്നവരുണ്ട്. വംശീയമായി ചരിത്രത്തെ വായിക്കുന്നതിന്റെ കെടുതിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ആധുനിക ഇന്ത്യ രാജ്യത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ ആയി കാണാൻ സാധ്യമല്ലാതെ മനുഷ്യനെ ജാതീയമായി മാത്രം കാണാൻ പഠിപ്പിക്കുന്ന വായനയുണ്ട്. മനുഷ്യനെ അടിമയും ഉടമയുമായി കാണാൻ പഠിപ്പിക്കുന്ന വായനയുണ്ട്. മനുഷ്യനെ കറുത്തവനും വെളുത്തവനുമായി കാണാൻ പഠിപ്പിക്കുന്ന വായനയുണ്ട്. മനുഷ്യനെ ചിലരെ ഉയർത്തിയും ചിലരെ താഴ്ത്തിയും കാണാൻ പഠിപ്പിക്കുന്ന വായനയുണ്ട്. അങ്ങനെയുള്ള പക്ഷപാതിത്വങ്ങളുടെ സങ്കുചിതത്വങ്ങളുടെ വായനയല്ല, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ പേരിലുള്ള വായനയാണ് നിർവഹിക്കേണ്ടത്. അങ്ങനെ വായിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അത് പുസ്തകത്തെ മാത്രമല്ല, ചരിത്രത്തെ മാത്രമല്ല, രേഖപ്പെടുത്തപ്പെട്ടതിന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ മനുഷ്യരെയും, മനുഷ്യ സമൂഹത്തെയും, പോയി മറഞ്ഞ മുൻ സമൂഹങ്ങളെയും ഒക്കെ നമുക്ക് വായിക്കാൻ കഴിയുകയാണെങ്കിൽ, പ്രപഞ്ചനാഥന്റെ നാമത്തിൽ വായിക്കാൻ കഴിയുകയാണെങ്കിൽ, ഇന്ന് മനുഷ്യ സമൂഹം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ വായനയുടെ പ്രചോദനമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. ഈ പരിശുദ്ധ റമദാൻ പോലൊരു റമദാനിലാണ് വായിക്കുക എന്ന കൽപ്പന ആദ്യമായി ആകാശം ഭൂമിയെ മുത്തം വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതൊരു ശീലമാക്കി മാറ്റാം. ഏറ്റവും തുറസ്സായ ഒരു ലോകത്തിന് വേണ്ടി പരിശ്രമിക്കാം. പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി.